ഇവിടെ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OA പോലുള്ള പരീക്ഷകൾ ഒപ്പത്താവുന്ന രീതിയിൽ 25 തെരഞ്ഞെടുത്ത കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരമായ CK നായിഡു അവാർഡിന് അർഹനായത് 2025 ഇത് പ്രഖ്യാപിക്കുന്നത്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാനന്ദ പുരസ്കാരമായ CK നായിഡു അവാർഡിന് അർഹനായതാരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. അടുത്ത ചോദ്യം, ഏത് രാജ്യമാണ് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചത്? ഉത്തരമായിട്ട് വരേണ്ടത് UAE ആണ്. ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് 2025 പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് UAE ആണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ പാരാമീറ്ററുകൾ പ്രകാരം പാമ്പുകടിയേറ്റ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണത്തിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാരം എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയാണ്. 2025 നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനിയാണ്. പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനിയാണ്. നിശാഗന്ധി പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന ഒരു പ്രധാന പുരസ്കാരമാണ്. ഇത് നൃത്തം, സംഗീതം തുടങ്ങിയ കലാരൂപങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തികൾക്കാണ് നൽകുന്നത്. പണ്ഡിറ്റ് രാജേന്ദ്ര ഗഗാനി കഥക് നൃത്തശൈലിയിലെ പ്രമുഖ കലാകാരനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ അഗ്നിരക്ഷാ സേന തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? മിലാപ്പ് എന്നാണ് പദ്ധതി അറിയപ്പെടുന്നത്. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ അഗ്നിരക്ഷാ സേന തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് മിലാപ്പ് എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പൊ ഈ ഒരു പദ്ധതി തയ്യാറാക്കിയതാരാണ്? അഗ്നി രക്ഷാ സേനയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ 100 ഏക്കറിലധികം വിസ്തൃതിയുള്ള തരിശായി കിടന്ന ചുടിയൻമല താഴ്വരയെ കാടാക്കി മാറ്റിയ പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാരെന്ന് ചോദിച്ചാൽ കല്ലൂർ ബാലനാണ്. ചുടിയൻമല കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശമാണ്. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ 100 ഏക്കറിലധികം വിസ്തൃതിയുള്ള തരിശായി കിടന്ന ചുടിയൻമല താഴ്വരയെ കാടാക്കി മാറ്റിയ പച്ച മനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. ചുടിയൻമല എന്ന് പറയുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. 2025 VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹനായതാരെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് നിലമ്പൂർ ഐഷയാണ്. നിലമ്പൂർ ഐഷയാണ് 2025 VT ഭട്ടതിരിപ്പാട് പുരസ്കാരത്തിന് അർഹയായത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമാഭ്യാസ പ്രദർശനമാണ് എയ്റോ ഇന്ത്യ. അതിന് വേദിയാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബംഗളൂരുവാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 ഈ അടുത്ത് പ്രഖ്യാപിച്ചു, ഫെബ്രുവരി മാസത്തിലൊക്കെ ആയിട്ട്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 80ാമതാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80ാമതാണ്. 2025 ഫെബ്രുവരി മാസത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടിലാണ് 80ാമത്തെ സ്ഥാനം ഇന്ത്യക്കുള്ളത്. ഇനി പൊതുവിദ്യാലയങ്ങളിലെ 4-7 ക്ലാസ്സുകളിൽ നടത്തുന്ന പരീക്ഷകൾക്ക് ഇനി മുതൽ അറിയപ്പെടുന്ന പേര് CM കിഡ് എന്നാണ്. പൊതുവിദ്യാലയങ്ങളിലെ 4-7 ക്ലാസ്സുകളിൽ നടത്തുന്ന പരീക്ഷകൾക്ക് ഇനി അറിയപ്പെടുന്നത് CM കിഡ് എന്ന പേരിലാണ് അറിയപ്പെടുക. ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിലെ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിനായിട്ട് വിഭാവനം ചെയ്ത പദ്ധതി അതാണ് കെ ഹോംസ് എന്നാണ് പദ്ധതിയുടെ പേര്. MT സ്മാരകം നിലവിൽ വരുന്ന എവിടെയാ? തിരൂരിലാണ്. MT വാസുദേവൻ നായരുടെ സ്മാരകം നിലവിൽ വരുന്നത് തിരൂരിലാണ്. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. എത്രാമത് കേരള ശാസ്ത്ര കോൺഗ്രസിനാണ് തൃശ്ശൂർ 2025 വേദിയാവുന്നതെന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് 37. റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേച്ചോപാലരി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഉത്തരമായിട്ട് വരേണ്ടത് സിക്കിമാണ്. അപ്പോൾ പുതുതായിട്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് കേച്ചോപാലരി എന്ന് പറയുന്ന തണ്ണീർത്തടം. ഇത് എവിടെയാണെന്ന് വെച്ചാൽ സിക്കിമിലാണ്. സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശാണ്. സെൻട്രൽ സൂ അതോറിറ്റിയുടെ അനുമതി ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ നമ്മൾ വെള്ളം അടിക്കുക ഇല്ല, മദ്യപിക്കുന്ന നമ്മൾ വെള്ളം അടിക്കുക എന്ന് പറയില്ല, അങ്ങനെ വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. വെള്ളക്കടുവ മധ്യപ്രദേശ്, ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഓർത്തിരിക്കാം. സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് ഓർമ്മക്കുറിപ്പിന്റെ കർത്താവ് ആരാണ്? ബിൽ ഗേറ്റ്സ് ആണ്. സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിന്റെ കർത്താവ് ബിൽ ഗേറ്റ്സ് ആണ്. ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി നീന്തലിൽ ട്രിപ്പിൾ സ്വർണം കരസ്ഥമാക്കിയത് ഹർഷിത ജയറാമാണ്. ഉത്തരാഖണ്ഡിലാണ് ഇത് നടന്നത്, ദേശീയ ഗെയിംസ് നടന്നത്. അതിൽ കേരളത്തിന് വേണ്ടിയിട്ട് നീന്തൽ ട്രിപ്പിൾ സ്വർണം കരസ്ഥമാക്കിയ വനിതാ താരമാണ് ആര്? ഹർഷിത ജയറാം. സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. പുതിയ റിപ്പോർട്ട് പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം തെലങ്കാനയാണ്. 28 സംസ്ഥാനങ്ങളിലെ ഏറ്റവും പുതിയ വൈദ്യുത നിരക്കുകൾ താരതമ്യം ചെയ്ത് വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിൽ
ഗാർഹിക വൈദ്യുതി നിരക്കിൽ രാജ്യത്തെ ഏറ്റവും കുറവ് നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. 28 സംസ്ഥാനങ്ങളിലെ ഏറ്റവും പുതിയ വൈദ്യുത നിരക്കുകൾ താരതമ്യം ചെയ്ത് വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിൽ ഗാർഹിക വൈദ്യുതി നിരക്കിൽ രാജ്യത്തെ ഏറ്റവും കുറവ് നിരക്കുള്ള സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. 2025 ലോക ക്യാൻസർ ദിന പ്രമേയം, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 തീയതിയാണ്. അന്നത്തെ പ്രമേയം ചോദിച്ചാൽ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. ഏപ്രിൽ മുതൽ രാജ്യമൊട്ടാകെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ തയ്യാറെടുക്കുന്ന കുടുംബശ്രീയുടെ കൊമേഴ്സ്യൽ പോർട്ടലിന്റെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാം. പോക്കറ്റ് മാർട്ട് എന്നാണ്. എന്താണ് ഇതിന്റെ പേര്? പോക്കറ്റ് മാർട്ട്. ലൈംഗിക ദുരുപയോഗ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന AI ടൂളുകൾക്കെതിരെ നിയമം കൊണ്ടുവന്ന ആദ്യ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ലൈംഗിക ദുരുപയോഗ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾക്കെതിരെ നിയമം കൊണ്ടുവന്ന ആദ്യ രാജ്യം ചോദിച്ചാൽ ബ്രിട്ടനാണ്. അണ്ടർ 19 വനിതാ T20 കിരീടം നേടിയത് ഇന്ത്യയാണ്. അണ്ടർ 19 വനിതാ T20 കിരീടം നേടിയത് 2025 നടന്നു. അത് നേടിയത് ഇന്ത്യയാണ്. 2023 ഇത് ആദ്യമായിട്ട് നടന്നത്. അണ്ടർ 19 വനിതാ T20 മത്സരം ആദ്യമായിട്ട് നടക്കുന്നത് 2023 വേൾഡ് കപ്പ് നടക്കുന്നത്. അന്നും ഇന്ത്യ തന്നെയാണ് കപ്പ് നേടുന്നത്. അന്ന് ഇംഗ്ലണ്ടിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മത്സരം അന്ന് നടന്നത്. 2025 വരുമ്പോൾ രണ്ടാം തവണയും ഇന്ത്യ കപ്പ് ഉയർത്തുകയാണ്. ഇവിടെ ഈ ഒരു മത്സരം നടക്കുന്നത് മലേഷ്യയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ഫൈനലിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഇനി അടുത്ത എഡിഷൻ നടക്കുന്നത് ബംഗ്ലാദേശ് നേപ്പാളിലൊക്കെ ആയിട്ട് 2027 ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുന്ന വയനാട്ടിൽ നിന്നുള്ള ജോഷിത വിജയ് ഈ ഒരു ടീമിലെ അംഗമായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? നിക്കി പ്രസാദാണ് ക്യാപ്റ്റൻ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പരിശോധനകളിലൂടെ കൈക്കൂലിക്കാരെ പിടിക്കാനുള്ള വിജിലൻസിന്റെ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നാണ് ഓപ്പറേഷന്റെ പേര്. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് സോ റെയിൽ എന്നത്. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? പുതിയ ആപ്ലിക്കേഷനാണ് സോ റെയിൽ എന്നതാണ് ആപ്ലിക്കേഷന്റെ പേര്. ഏത് രാജ്യമാണ് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചത്? UAE ആണ്. ഇനി അടുത്തത് ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നൽകുന്ന ആജീവനാന്ത പുരസ്കാരമായി CK നായിഡു അവാർഡിന് അർഹനായത് സച്ചിൻ തെണ്ടുൽക്കർ. നമ്മൾ ഓൾറെഡി ഈ 2 ചോദ്യങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ 25ഓളം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് തോന്നുന്നതാണ് ഈ 25 ചോദ്യങ്ങളും. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ക്ലാസ്സുകളായിട്ട് നമ്മളും ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഒരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.